Good evening, sir. Good evening, students. Good evening, sir. ഓക്കെ, 18 ആൾക്കാരെ കയറിയിട്ടുള്ളൂ. നമ്മളൊരു 5 മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഒരു 6:12 നമുക്ക് തുടങ്ങാം കേട്ടോ. Okay, sir.
മക്കളെ നമുക്ക് തുടങ്ങാം കേട്ടോ. ഞാൻ പറയണേ കേൾക്കണില്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ലാസ്റ്റ് ക്ലാസ്സില് ശ്രദ്ധിക്കൂട്ടാ, നമ്മളെ സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനികൾ എന്നുള്ള പാഠഭാഗത്തിൽ ഞാൻ ട്രൂ സൊല്യൂഷനും കൊളോയിഡും സസ്പെൻഷനും ഒക്കെ പറഞ്ഞോ? കണ്ടിട്ടുണ്ടായിരുന്നോ? യഥാർത്ഥ ലായനി, കൊളോയിഡ്, സസ്പെൻഷനുള്ള കേസ് പറഞ്ഞോ? ഇല്ല സർ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കട്ടോ, ഞാൻ മുമ്പ് പൂരിത ലായനിയും അതിപൂരിത ലായനിയും അതേമാതിരി സാച്ചുറേറ്റഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. നോക്കൂ, അപ്പൊ നിങ്ങള് വോയിസ് ക്ലിയർ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ. നമ്മളിന്ന് 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയാൻ പോണത്. പിന്നെ ഒന്ന്, മക്കളെ ശ്രദ്ധിക്കൂട്ടാ, ഒന്ന് നമ്മുടെ യഥാർത്ഥ ലായനി എന്നുള്ളതാണ് ഒന്നാമത്തെ കോൺസെപ്റ്റ്. യഥാർത്ഥ ലായനി എന്ന് പറയൂ കേട്ടോ. യഥാർത്ഥ ലായനി എന്ന് പറയും. ഇംഗ്ലീഷിൽ ഇവരെ വിളിക്കുന്ന പേര് ട്രൂ സൊല്യൂഷൻ എന്നാണ്. ട്രൂ സൊല്യൂഷൻ. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊളോയിഡ് എന്ന് പറയൂട്ടോ. ഇംഗ്ലീഷിലും മലയാളത്തിലും കൊളോയിഡ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സസ്പെൻഷൻ എന്ന് പറയൂട്ടോ. ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ ഇതിനെ സസ്പെൻഷൻ എന്നാണ് പറയുന്നത്. സോ 3 ടൈപ്പ് സാധനം ഉണ്ട്. ഒന്ന് യഥാർത്ഥ ലായനിയാണ്, ട്രൂ സൊല്യൂഷൻ. രണ്ടാമത്തെ കൊളോയിഡ് ആണ്. മൂന്നാമത്തെ സസ്പെൻഷൻ ആണ് കേട്ടോ. മനസ്സിലാക്കി വെക്കണം. സസ്പെൻഷൻ ആണ്, മനസ്സിലാക്കി വെക്കണം. സോ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. നോക്കേ, അപ്പൊ ഞാൻ ചെയ്യേണ്ട പരിപാടി എന്താ അറിയോ? 3 ബീക്കർ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി, 3 ബീക്കറിലും ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താണ് നിങ്ങൾ ഇതെല്ലാം നല്ലോണം മനസ്സിലാക്കി വെച്ചണം. നോക്കൂട്ടാ, നോക്കേ, നമ്മൾ ഞാൻ ഒരു പാത്രം എടുത്തു. ഈ പാത്രത്തിൽ ഞാൻ ചെയ്ത പരിപാടി എന്താ ചെയ്യേണ്ടത്? ഇതിന് ഞാൻ കോപ്പർ സൾഫേറ്റിന് എടുക്കുക, അതിലേക്ക് വെള്ളം ചേർക്കുക. നിങ്ങൾക്ക് അറിയാലോ, കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല നിറത്തിലുള്ള ഒരു ദ്രാവകമാണ്. സോ നമ്മൾ കോപ്പർ സൾഫേറ്റിനെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ലായനി കംപ്ലീറ്റ് എന്ത് നിറത്തിലേക്ക് മാറും? നീല നിറത്തിലേക്ക് മാറും. എല്ലാവർക്കും അറിയേണ്ട കേസാ. ഈ ലായനി കംപ്ലീറ്റ് ആയിട്ട് നീല നിറത്തിലേക്ക് മാറും. നോക്കട്ടെ, ലായനി കംപ്ലീറ്റ് ആയിട്ട് നീല നിറത്തിലേക്ക് മാറും. ഈ ലായനിയുടെ ഉള്ളിലെ കോപ്പർ സൾഫേറ്റും ജലവും നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. അപ്പോ ഈ ലായനിയുടെ നമ്മൾ കോപ്പർ സൾഫേറ്റും ജലവും നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. എടാ, ഞാൻ ആലോചിച്ച് നോക്കി, ഏതുപോലെ അറിയോ? നിങ്ങൾ എന്താ ചെയ്യേണ്ടി അറിയോ? ഒരു പാത്രം എടുക്കുക. ഈ പാത്രത്തിൽ നിങ്ങൾ എന്താ എടുക്കണ്ടേ? കുറച്ച് ഉപ്പിനെടുക്കുക. ആ ഉപ്പിലേക്ക് നിങ്ങൾ വെള്ളത്തെ ചേർക്കണം മക്കളെ. സോ കുറച്ച് ഉപ്പിനെടുക്കണം. ആ ഉപ്പിനെ നിങ്ങൾ ഉപ്പും വെള്ളവും ചേർക്കുക. ഒരു നല്ലോണം മിക്സ് ചെയ്യേണ്ട ചോദ്യം, ഉപ്പിനെ വെള്ളത്തിൽ നല്ലോണം മിക്സ് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ഉപ്പിനെ കാണാൻ പറ്റുമോ? എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് പറയൂ. പിന്നെ നിങ്ങൾക്ക് ഉപ്പിനെ കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റൂല. എന്തുകൊണ്ടാ ഉപ്പിനെ കാണാൻ പറ്റാത്തെ? ഉപ്പിനെ നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു. ആ വെള്ളത്തിലേക്ക് 2 സ്പൂൺ ഉപ്പ് ഇട്ടു. ആ ഉപ്പിനെ നിങ്ങൾ നല്ലോണം ഇളക്കി. അപ്പൊ പിന്നെ ഉപ്പിനെ കാണാൻ പറ്റൂല. എന്തുകൊണ്ടാ മക്കളെ ഉപ്പിനെ കാണാൻ പറ്റാത്തെ? കാരണം ഇവിടുത്തെ ലീനം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, സൊല്യൂട്ട്. ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ സാൾട്ട് ആണ്, അല്ലെങ്കിൽ ഉപ്പാണ്. ഇവിടുത്തെ സോൾവെന്റ് അല്ലെങ്കിൽ ലായകം എന്നുള്ള സാധനം വെള്ളം അല്ലെങ്കിൽ H2 ആണ് കേട്ടാ. വെള്ളം അല്ലെങ്കിൽ H2 ആയിരിക്കും. ഇനി ഇവിടുത്തെ ലീനല്ലേ മക്കളെ? ഈ ലീനം വളരെ ചെറുതാണ്. ലീനത്തിന്റെ വലുപ്പം പഠിച്ചു വെക്കണേ. ലീനത്തിന്റെ വലുപ്പം വളരെ ചെറുതാണ്, അല്ലെങ്കിൽ സൈസ് ഓഫ് സൊല്യൂട്ട് വളരെ ചെറുതാണ്. അതുകൊണ്ടാ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത. ഉപ്പ് ഞാൻ വെള്ളത്തിൽ ലയിപ്പിച്ചു. ഉപ്പ് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ ഉപ്പ് എന്താ മക്കളെ? ഉപ്പ് എന്ന് പറഞ്ഞാൽ ലീനമാണ്, അല്ലെങ്കിൽ സൊല്യൂട്ട് ആണ്. ആ സൊല്യൂട്ട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാലേ നമ്മുടെ ഉപ്പ് എന്ന് പറഞ്ഞത് വളരെ ചെറുതായതുകൊണ്ട് വെള്ളത്തിൽ ലയിച്ചു പോയാൽ നമുക്ക് ചെറുതായതുകൊണ്ട് കാണാൻ പറ്റൂല. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. യെസ്, രണ്ടാമത് നോക്കേ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഈ ട്രൂ സൊല്യൂഷൻ. അങ്ങനെ 2 ആളുകളെ മിക്സ് ചെയ്താൽ അവരെ കാണാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ട്രൂ സൊല്യൂഷൻ ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ പഞ്ചസാര ലായനി. എങ്ങനെ നമ്മൾ പഞ്ചസാര ലായനി ഉണ്ടാക്കുക? കുറച്ച് പഞ്ചസാര എടുക്കുക. ആ പഞ്ചസാരയിൽ വെള്ളം ചേർക്കുക. പഞ്ചസാരയിൽ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാല് എന്താ മക്കളെ സംഭവിക്കുക? പഞ്ചസാരയിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാല് ഒരു കാരണവശാലും പഞ്ചസാരനെ പിന്നെ കാണാൻ പറ്റൂല. അതുകൊണ്ട് പഠിച്ചു വെക്കണേ മക്കളെ. അങ്ങനെ കാണാൻ പറ്റാത്ത സാധനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൂ സൊല്യൂഷൻ എന്ന് വിളിക്കും. ട്രൂ സൊല്യൂഷൻ എന്ന് വിളിക്കും.
നെക്സ്റ്റ് നോക്കൂ മക്കളെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പരീക്ഷണത്തിലേക്ക് പോവാം. നമുക്ക് രണ്ടാമത്തെ പരീക്ഷണം, വീണ്ടും ഒരു ബീക്കർ എടുക്കുക. ബീക്കറിലേക്ക് നിങ്ങൾ എന്ത് ചേർക്കുക? ബീക്കറിലേക്ക് നിങ്ങൾ പാലിനെ ചേർക്കുക, അഥവാ മിൽക്കിനെ ചേർക്കുക. മിൽക്കിനെ ചേർത്തു. പിന്നെ അതിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിക്കുക. വെള്ളം കംപ്ലീറ്റ് ഒഴിച്ചു. അപ്പൊ ഇന്റെ ഈ പാത്രത്തില് പാലും വെള്ളവും തമ്മിൽ മിക്സ് ചെയ്ത് കിടക്കാണ്. നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഈ പാത്രത്തിൽ പാലും വെള്ളവും തമ്മിൽ മിക്സ് ചെയ്ത് കിടക്കാണ്. ഇവിടുത്തെ സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം, എന്താ ലീനം എന്ന് പറഞ്ഞാല് ചെറിയ എമൗണ്ടിലുള്ളത്, കുറഞ്ഞ അളവിലുള്ളത് ആരാ മക്കളെ? മിൽക്ക് ആയിരിക്കും, പാലായിരിക്കും. ഇവിടുത്തെ ലായകം അല്ലെങ്കിൽ സോൾവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളമായിരിക്കും. ചോദ്യം എല്ലാവരും ആൻസർ ചെയ്യണേ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. പാല് വെള്ളത്തിൽ മിക്സ് ചെയ്താലേ പിന്നെ പാലിനെയോ വെള്ളത്തെയോ കാണാൻ പറ്റുമോ? ആലോചിച്ച് നോക്കി. പാലിനെ കാണാൻ പറ്റൂലേ, കാരണം പാലിന്റെ കളർ വെള്ള കളറല്ലേ. നിങ്ങൾ പാലില് വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ വെള്ള കളർ കാണാൻ പറ്റൂലേ? ശരിയാണോ? പറയൂ മക്കളെ. വെള്ള കളർ കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് ആ വെള്ള കളർ? നേരത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കി. നേരത്തെ ഞാൻ ഉപ്പും വെള്ളവും മിക്സ് ചെയ്തപ്പോ ഉപ്പിനെ കാണാൻ പറ്റിയില്ല. കാരണം എന്താ? അത് വളരെ ചെറുതായി പോയി. ഇപ്പൊ ഞാന് പാലിലേക്ക് വെള്ളത്തെ മിക്സ് ചെയ്തപ്പോ എന്താ സംഭവിക്ക? പാലിനെ കാണാൻ പറ്റും. അതിന്റെ റീസൺ എന്താ അറിയോ? ഇവിടെ ലീനത്തിന്റെ വലുപ്പം, ഇവിടുത്തെ ലീനത്തിന്റെ വലുപ്പം നിങ്ങൾ പറയൂ മക്കളെ, ആരെക്കാൾ കൂടുതലായിരിക്കും? ആരെക്കാൾ കൂടുതലായിരിക്കും? യഥാർത്ഥ ലായനിയേക്കാൾ കൂടുതലായിരിക്കും അല്ലെ? ഇവിടെ ലീനത്തിന്റെ വലുപ്പം യഥാർത്ഥ ലായനിയേക്കാൾ കൂടുതലായിരിക്കും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാല് മക്കളെ പഠിച്ചു വെക്കണേ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാല് സൈസ് ഓഫ് ദി സൊല്യൂട്ടിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ എന്ത് സൊല്യൂഷൻ ആടാ? ട്രൂ സൊല്യൂഷൻ ആയിരിക്കും. പഠിച്ചു വെക്കണം. സോ പാല് വെള്ളത്തിൽ മിക്സ് ആയാൽ പാലിനെ കാണാൻ പറ്റും. പാലിനെ കാണാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പാലാണ് ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട്. അതിന്റെ വലുപ്പം നേരത്തെ ഉണ്ടായിരുന്ന പ്യുവർ സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മളെ യഥാർത്ഥ ലായനിയേക്കാൾ കൂടുതലായത് കൊണ്ടാണ് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? കാണാൻ പറ്റിയത് ട്ടാ. മനസ്സിലാക്കി വെക്കണം ട്ടാ. എന്നാൽ മൂന്നാമത്തെ പാത്രം ഉണ്ടായിരുന്നു. മൂന്നാമത്തെ പാത്രം ഞാൻ എടുക്കേണ്ട സമയത്ത് ഈ പാത്രം എടുത്തു. പാത്രത്തിൽ ഞാൻ ചോക്കിന്റെ പൊടി ഇട്ടു അല്ലെ? ചോക്കിന്റെ പൊടി ഇട്ടു. ചാക്ക് പൗഡർ എന്ന് പറയും, അഥവാ ചോക്കിന്റെ പൊടി ഞാൻ ഇട്ടു. ചോക്കിന്റെ പൊടി അതിലേക്ക് വെള്ളം ഒഴിച്ചു അല്ലെ? അധിക വെള്ളം ഒഴിച്ച് എന്തുണ്ടാവുക? ഈ സൊല്യൂഷന്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ചോക്കിന്റെ പൊടി ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കും. എല്ലാവർക്കും അറിയേണ്ട കേസാ. അങ്ങനെ ഇവിടെ എന്താ അവസ്ഥ? നിങ്ങൾ പറയൂ മക്കളെ. ഇവിടെ ചോക്ക് പൗഡർ, ചോക്കിന്റെ പൊടിയും ജലവും ഒഴിച്ചിട്ടുണ്ട്. ചോക്കിന്റെ പൊടി കാണാൻ പറ്റുമോ? പറയൂ. ചോക്കിന്റെ പൊടി കാണാൻ പറ്റും. അങ്ങനെ ചോക്കിന്റെ പൊടി എന്തുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്? ഇവിടുത്തെ ലീനത്തിന്റെ വലുപ്പം ആരേക്കാൾ കൂടുതലായിരിക്കും? കൊളോയിഡിനേക്കാൾ കൂടുതലായിരിക്കും ട്ടാ. അല്ലെങ്കിൽ എനിക്ക് പറയാലോ, ഏറ്റവും വലുപ്പമുള്ള ലീനം എന്താണ്? ഏറ്റവും വലുപ്പമുള്ള ലീനം ഇവിടെ ഉണ്ടായിരിക്കും. ഇംഗ്ലീഷിൽ പറയുമ്പോ സൈസ് ഓഫ് ദി സൊല്യൂട്ട് ഗ്രേറ്റർ ദാൻ കൊളോയിഡ് ആയിരിക്കും. പഠിച്ചു വെക്കണം. അപ്പോ നമ്മൾ കൊളോയിഡിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ലീനത്തിന്റെ വലുപ്പം വളരെയധികം കൂടുതലായിരിക്കും. മനസ്സിലാക്കി വെക്കണം ട്ടാ. വളരെയധികം കൂടുതലായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സോ മക്കളെ, 3 സാധനം ഉണ്ട്. ഇത് എന്തായാലും NMMSന് ചോദിക്കൂട്ടോ. ഒന്ന് നോക്കി, നിങ്ങൾ എന്താ ചെയ്തത്? കോപ്പർ സൾഫേറ്റ് നിങ്ങൾ വെള്ളത്തിൽ ലയിപ്പിച്ചു. അപ്പൊ നിങ്ങൾക്ക് കോപ്പർ സൾഫേറ്റിനെയും കാണാൻ പറ്റൂല, വെള്ളത്തിനെയും കാണാൻ പറ്റൂല. രണ്ടാളെയും കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യഥാർത്ഥ ലായനി അല്ലെങ്കിൽ ട്രൂ സൊല്യൂഷൻ. നിങ്ങൾ ഇനി പാലിൽ വെള്ളം ഒഴിച്ചാൽ പാലിനെ കാണാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ കൊളോയിഡ് എന്ന് പറയും. എന്താ സസ്പെൻഷൻ? നിങ്ങൾ ചോക്ക് പൗഡർ വെള്ളത്തിൽ ഇട്ടു. അപ്പൊ ചോക്ക് പൊടിനെ നല്ലോണം കാണാൻ പറ്റും. പാലിനെ കണ്ടതിനേക്കാൾ നല്ലോണം ചോക്ക് പൊടിനെ കാണാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ വിളിക്കുന്ന പേരാണ് സസ്പെൻഷൻ എന്ന് പറയൂട്ടോ. സസ്പെൻഷൻ എന്ന് പറയും. അപ്പൊ നിങ്ങൾ പറഞ്ഞോളിട്ടോ. നമുക്ക് ലീനത്തിന്റെ വലുപ്പല്ലേ, സൈസ് ഓഫ് ദി സൊല്യൂട്ട് ഏറ്റവും കുറവ് ഈ 3 ഏല? പറഞ്ഞോളി. ലീനത്തിന്റെ വലുപ്പം അല്ലെങ്കിൽ സൈസ് ഓഫ് ദി സൊല്യൂട്ട് ഏറ്റവും കുറവ് എവിടെയായിരിക്കും? ട്രൂ സൊല്യൂഷനിലായിരിക്കും, യഥാർത്ഥ ലായനിയിലായിരിക്കും. ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? യെസ്, വെരി ഗുഡ്. ഏറ്റവും കൂടുതൽ സസ്പെൻഷൻ ആയിരിക്കും ട്ടാ. കഴിഞ്ഞ കൊല്ലം NMMSന് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ട്ടാ. ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ സസ്പെൻഷനിലായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കേസാണ്. അപ്പൊ നോക്കി, ഏറ്റവും വലിയ ലീൻ അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള കേസ് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഉണ്ട്.
ഈ എക്സാമ്പിൾ വെച്ചുകാണ്ട് നമുക്ക് ബാക്കി ചെയ്ത് നോക്കാം. എക്സാമ്പിൾ വെച്ചുകാണ്ട് ബാക്കി ചെയ്ത് നോക്കാം കേട്ടോ. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. യെസ്, അപ്പൊ നിങ്ങൾ ഇനി പറഞ്ഞോളൂ കേട്ടോ. നമ്മൾ അടുത്ത സംഗതിയിലേക്ക് പോവാണ്. ഞാൻ ഓരോ കേസ് പറയാൻ പോവാ. മക്കളെ നോക്കി. ഇന്റെ കയ്യിൽ മഷിയുണ്ട്. ശ്രദ്ധിക്കണേ. ഇന്റെ കയ്യിൽ മഷിയുണ്ട്. മഷി അഥവാ ഇങ്ക് എന്ന് പറയും. ഇന്റെ കയ്യിൽ ചളിവെള്ളമുണ്ട്. ചളിവെള്ളം അഥവാ മഡി വാട്ടർ എന്ന് പറയും കേട്ടോ. മഡി വാട്ടർ എന്ന് പറയും. പിന്നെ ഇന്റെ കടയിൽ മൂടൽമഞ്ഞുണ്ട്. മൂടൽമഞ്ഞ് അഥവാ ഫോഗ് എന്ന് പറയും കേട്ടോ. മൂടൽമഞ്ഞുണ്ട്. പിന്നെ എന്റെ കയ്യിൽ എയർ ഉണ്ട് അഥവാ വായു ഉണ്ട്, അന്തരീക്ഷ വായു ഉണ്ട്. അതുപോലെ എന്റെ കയ്യിൽ പാലുണ്ട്. പാല് അഥവാ മിൽക്ക് ഉണ്ട്. എന്റെ കയ്യിൽ ഷുഗർ സൊല്യൂഷൻ ഉണ്ട് അഥവാ പഞ്ചസാര ലായനിയുണ്ട്. എന്റെ കയ്യില് പിന്നെ നേർത്ത കഞ്ഞിവെള്ളമുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളം അഥവാ സ്റ്റാർച്ച് സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. സ്റ്റാർച്ച് വാട്ടർ അല്ലെങ്കിൽ സ്റ്റാർച്ച് സൊല്യൂഷൻ എന്ന് പറയും. ഇനി ഇവരെ നമ്മൾ 3 ആയി തിരിക്കണം. നിങ്ങൾ എല്ലാവരും പറഞ്ഞു തരണം കേട്ടോ. 3 ആയി തിരിക്കണം. ഒന്നാമത്തെ ആള് ആരാണ് ട്രൂ സൊല്യൂഷൻ, ആരാണ് യഥാർത്ഥ ലായനി എന്ന് കണ്ടെത്തണം. രണ്ടാമത്തത് ആരാണ് കൊളോയിഡ് എന്ന് കണ്ടെത്തണം. മൂന്നാമത്തത് ആരാണ് സസ്പെൻഷൻ എന്ന് കണ്ടെത്തണം. പറഞ്ഞോളി മക്കളെ മഷി ഇങ്ക് എന്ന് പറഞ്ഞത് ട്രൂ സൊല്യൂഷൻ ആണോ, കൊളോയിഡ് ആണോ, സസ്പെൻഷൻ ആണോ? പറഞ്ഞോളൂ. കൊളോയിഡ് അല്ല മക്കളെ. മഷി എന്ന് പറയുമ്പോഴേ ആലോചിച്ച് നോക്കി. മഷി എന്ന് പറയുമ്പോൾ മഷി കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലേ? കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. മഷിക്ക് നോക്കിയപ്പോ ചോന്ന മഷി ആണെങ്കിൽ ചോന്ന കളർ ഉണ്ടായിരിക്കും, നീലമഷി ആണെങ്കിൽ നീല കളർ ഉണ്ടായിരിക്കും. അങ്ങനെ പല കളറിലും മഷി നിൽക്കണ്ടല്ലോ മക്കളെ. മഷി ഉണ്ടായിരിക്കും. ഇനി ചോദ്യം, ആ മഷി താഴത്തെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടോ? പറയൂ. താഴത്തെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് കാണാൻ പറ്റും. എന്നാ താഴത്തെ അടിഞ്ഞുകൂടി കിടക്കണില്ല. അപ്പൊ ഇങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കൂടാ? ഒരു കൊളോയിഡ് ആയിരിക്കും അല്ലെ. മഷി എന്ന് പറഞ്ഞാൽ ഒരു കൊളോയിഡ് ആയിരിക്കും. നെക്സ്റ്റ് പറയൂ. ചെളിവെള്ളം ഏതാ വരിക? സസ്പെൻഷൻ ആയിരിക്കും മക്കളെ. ഞാൻ കുറച്ച് വെള്ളത്തിൽ ചളിയിട്ട് കാണ്ട് നല്ലോണം ഇളക്കി. കുറച്ച് കാര്യം കഴിയുമ്പോ പാത്രത്തിന്റെ താഴെ ആരടിഞ്ഞുകൂടും? ചളി അടിഞ്ഞുകൂടൂലടാ. ഉറപ്പല്ലടാ. എന്റെ കയ്യിൽ കുറച്ച് മണ്ണുണ്ടായിരുന്നു. ആ മണ്ണ് ഞാൻ എന്ത് ചെയ്തു? വെള്ളത്തിൽ ലയിപ്പിച്ചു. അപ്പൊ ചളിവെള്ളമായിട്ട് മാറും. കുറെ നേരം ചളിവെള്ളം ഇങ്ങനെ ഇളക്കി. അപ്പൊ എന്താ സംഭവിക്കുക? പാത്രത്തിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് ചളി അടിഞ്ഞുകൂടും. അങ്ങനെ അടിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ അവരെ വിളിക്കുന്ന പേരെന്താ? സസ്പെൻഷൻ എന്ന് വിളിക്കും അല്ലെ. ചളിവെള്ളം അല്ലെങ്കിൽ മഡി വാട്ടർ എന്ന് പറയും. മഡി വാട്ടർ എന്ന് പറഞ്ഞോളൂ. ഈ മൂടൽമഞ്ഞ് പറഞ്ഞോളൂ. മൂടൽമഞ്ഞ് എന്തായിരിക്കും? പറയൂ മക്കളെ. മൂടൽമഞ്ഞ് എന്താ? കൊളോയിഡ്. എന്തുകൊണ്ടാ മൂടൽമഞ്ഞ് കൊളോയിഡ് ആയത്? ആ പിന്നെ വേറെ പറയും. വേറെ റീസൺ ഉണ്ടോ നോക്കി. മൂടൽമഞ്ഞ് കൊളോയിഡ് ആണോ അതോ സൊല്യൂഷൻ ആണോ? പറയൂ. യെസ്, ഓക്കെ. മൂടൽമഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കൊളോയിഡ് ആയിരിക്കും കേട്ടാ. മനസ്സിലാക്കി വെക്കണം. സോ മൂടൽമഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊളോയിഡ് ആയിരിക്കും. അതും എല്ലാവരും ആലോചിച്ച് വെക്കണം കേട്ടാ. അത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കേണ്ടതാണ് കേട്ടാ. മൂടൽമഞ്ഞിനെ ബുക്കിൽ സ്മോഗ് എന്നല്ലേ പറഞ്ഞത്? നിങ്ങളെ ബുക്കിൽ, ഇംഗ്ലീഷ് ബുക്കിൽ സ്മോഗ് എന്നല്ലേ പറഞ്ഞത്? സ്മോഗ് എന്നാണോ ഫോഗ് എന്നാണോ ബുക്കിൽ പറഞ്ഞത്? ഒന്ന് നോക്കൂ. ഓക്കെ, ഫോഗ് ഓക്കെ കേട്ടോ. ഫോഗ്. സോ ഫോഗ് ഉണ്ട്. ഫോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. മൂടൽമഞ്ഞ് അല്ലെങ്കിൽ ഫോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൊളോയിഡ് ആയിരിക്കും. കാരണം ആലോചിച്ച് നോക്കി. അത് ക്ലിയർ ആണോ? വെള്ളത്തിന്റെ പോലെ ക്ലിയർ ആണോ? അല്ല. എന്നാ സസ്പെൻഷൻ ആവുണ്ടോ? ഇല്ല. സോ മൂടൽമഞ്ഞ് കൊളോയിഡ് ആയിരിക്കും. വായു പറഞ്ഞോളൂ. വായു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
സൊല്യൂഷൻ ആണോ കൊളോയിഡ് ആണോ സസ്പെൻഷൻ ആണോ? പറഞ്ഞോളൂ. സൊല്യൂഷൻ ആയിരിക്കും. കാരണം വായു നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? വായുവിൽ ആരൊക്കെയുണ്ട്? ഓക്സിജനും ഹൈഡ്രജനും നൈട്രജനും എല്ലാതും നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. വായു നമുക്ക് ട്രാൻസ്പെറന്റ് ഇല്ല. അപ്പൊ നോക്കി, നിങ്ങൾ നേരെ നിങ്ങളെ മൊബൈലിക്ക് നോക്കും, മൊബൈൽ കാണുന്നത് എന്തുകൊണ്ടാ? നിങ്ങളെ മൊബൈലിന്റെയും കണ്ണിന്റെയും ഇടയിൽ വായു ഉണ്ട്. വായു ട്രാൻസ്പെറന്റ് ആണ്. അതുകൊണ്ട് എയർ അല്ലെങ്കിൽ വായു എന്ന് പറഞ്ഞാൽ ഒരു ട്രൂ സൊല്യൂഷൻ ആയിരിക്കും. മിൽക്ക് അതിലെ പൊടിപടലങ്ങൾ ഉണ്ടാവുകൊണ്ട് ചിലവര് സസ്പെൻഷനിലാണെന്ന് പറയണ്ടല്ലോ. പൊടിപടലങ്ങൾ സാധാരണഗതിയിൽ പൊടിപടലങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഒരു എക്സ്ട്രീം കേസിൽ ഇപ്പൊ ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ഗ്രൗണ്ടിൽ വണ്ടി കുറെ കഴിഞ്ഞ് തിരിച്ചു, അപ്പൊ നേരെ പൊടി ഇങ്ങനെ ഫുള്ള് പടരും, അപ്പൊ വേണമെങ്കിൽ സസ്പെൻഷൻ ആണെന്ന് പറയാം. അപ്പൊ വേണമെങ്കിൽ സസ്പെൻഷൻ. നോർമൽ കേസ്, നമ്മൾ നോർമൽ കേസാ പരിഗണിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ വീട്ടിലിരിക്കല്ലേ, അതെ അതെ അതെ, അങ്ങനെ പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ മാത്രം സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പൊ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോ അവിടെ പൊടിപടൽ ഉണ്ടോ? ഇല്ല, നോർമലി പൊടിപടൽ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ട്രൂ സൊല്യൂഷൻ ആണ് കേട്ടോ. പാൽ അല്ലെങ്കിൽ മിൽക്ക് കൊളോയിഡാന്ന് സംശയമില്ല. ഷുഗർ സൊല്യൂഷൻ എന്താ വരിക? പഞ്ചസാര ലായനി എന്താ? ട്രൂ സൊല്യൂഷൻ ആണോ കൊളോയിഡ് ആണോ സസ്പെൻഷൻ ആണോ? ട്രൂ സൊല്യൂഷൻ ആയിരിക്കും. കാരണം പഞ്ചസാര വെള്ളത്തിൽ ലയിപ്പിച്ച ഒന്നും കാണൂലല്ലോ. കഞ്ഞിവെള്ളം എന്താടാ? കഞ്ഞിവെള്ളം എന്താടാ? പറഞ്ഞോളൂ. കൊളോയിഡ് ആയിരിക്കും. കാരണം അത് ആലോചിച്ച് നോക്കി, കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞ ഏകദേശം, കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാലോ, കാണാൻ പറ്റുമോ? ഇല്ല, കഞ്ഞിവെള്ളത്തിലൂടെ കാണാൻ പറ്റൂല. താഴെ എന്തെങ്കിലും അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടോ? ഇല്ല, അടിഞ്ഞുകൂടി കിടക്കണില്ല. അതുകൊണ്ട് കൊളോയിഡ് ആയിരിക്കും കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞ കേസ്. അത് നിങ്ങൾക്ക് അറിയേണ്ടതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. യെസ്. ഇനി നോക്കൂ മക്കളെ, ഇനി ചെയ്യാൻ പോകേണ്ട എക്സ്പെരിമെന്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ആ കേസ് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഇതെല്ലാരും ഒന്ന് നോക്കൂ, ഞാൻ ഈ ബോർഡ് എല്ലാവരും ഒന്ന് ഒരു തവണ വായിക്കൂ. എല്ലാ ആളുകളും വായിക്കൂ കേട്ടാ. നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ആവശ്യമുള്ള സംഗതിയാണ്. എല്ലാവരും വായിച്ചോളൂ. ഇതൊന്ന് എല്ലാവരും വായിക്കൂ, പെട്ടെന്ന് വായിക്കൂ. ഓക്കെ, അപ്പൊ ഇത് സെറ്റ് അല്ലേ? എല്ലാവർക്കും ഇത് സെറ്റ് അല്ലേ? അടുത്തതിലേക്ക് പോട്ടെ. എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോവാണ് കേട്ടോ. യെസ് മക്കളെ, നോക്കി ഞാൻ എന്താ ചെയ്യണ അറിയോ? ഈ ട്രൂ സൊല്യൂഷനിലൂടെയും കൊളോയിഡിലെയും സസ്പെൻഷനിലൂടെയും ഞാൻ ഇവിടെ പാസ് ചെയ്യാൻ പോവാ, ലൈറ്റിനെ പാസ് ചെയ്യാൻ പോവാണ്, പ്രകാശത്തെ കടത്തിവിടാൻ പോവാണ്. പഠിച്ചു വെക്കണം. പ്രകാശത്തെ ഞാൻ എന്താ പറയാ മക്കളെ, കടത്തിവിടാൻ പോവാണ്. മനസ്സിലാക്കി വെക്കണം. അപ്പൊ നോക്കട്ടോ, എന്റെ കയ്യിൽ ആദ്യം ഒരു കോപ്പർ സൾഫേറ്റ് ലായനി ഉണ്ടായിരുന്നു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയേണ്ട കേസാ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നോക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു എക്സാമ്പിളേ, നിങ്ങൾ കുറച്ച് സാൾട്ട് സൊല്യൂഷൻ എടുക്കുക, ഉപ്പിന്റെ ലായനി എടുക്കുക. ഉപ്പിന്റെ ലായനിയിലൂടെ നിങ്ങൾ എന്ത് ചെയ്തു മക്കളെ? നിങ്ങൾ ലൈറ്റിനെ കടത്തി വിട്ടു. ലൈറ്റിനെ കടത്തി വിട്ട് കഴിഞ്ഞാലേ പറയൂ, ആ ലൈറ്റ് അപ്പുറം. അപ്പൊ ഞാൻ ഇവിടെ ടോർച്ച് ഉണ്ട് കേട്ടോ. ഈ ടോർച്ചിലൂടെ ഞാൻ ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യാൻ പോവാ. ലൈറ്റ് പാസ് ചെയ്ത് നിങ്ങൾ പറഞ്ഞു തരണം, തൊട്ടപ്പുറത്ത് ലൈറ്റ് കാണുമോ ഇല്ലേ? ഉപ്പ് ലായനിയോടെ നിങ്ങൾ ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ലൈറ്റ് കാണൂലേ? ഉറപ്പല്ലേ? സംശയമുള്ളവർ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇന്നൊരു കുപ്പി എടുക്കുക, ഒരു വെള്ള കളർ കുപ്പി എടുക്കുക, കളർ ഇല്ലാത്തൊരു കുപ്പി എടുക്കുക. ആ കുപ്പിയിൽ നിങ്ങൾ സാൾട്ട് സൊല്യൂഷൻ നിറക്കുക. ആ സാൾട്ട് സൊല്യൂഷനിലേക്ക് നിങ്ങൾ ലൈറ്റിനെ പാസ് ചെയ്യുക. ലൈറ്റിനെ പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് കാണും. നിങ്ങൾ വീട്ടിൽ കറന്റ് ഇല്ല എന്നുണ്ടെങ്കിലേ വെളിച്ചം കൂടുതൽ കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്താൽ മതി. മൊബൈലിന്റെ ഫ്ലാഷ് ഓൺ ആക്കുക. ആ മൊബൈലിന്റെ ഫ്ലാഷിന്റെ മുകളിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടി? ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച കുപ്പി വെക്കുക. വെള്ളം നിറച്ച കുപ്പി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും? ആ ലൈറ്റ് കടന്നു പോണതായിട്ട് കാണാൻ പറ്റും. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഒരു ട്രൂ സൊല്യൂഷനിലൂടെ, യഥാർത്ഥ ലായനിയിലൂടെ എന്തായിരുന്നാലും ലൈറ്റ് കടന്നു പോകും. അത് അറിയേണ്ട കേസാണ്. അതെല്ലാവർക്കും അറിയേണ്ട കേസാണ് മക്കളെ. രണ്ടാമത്തെ പരീക്ഷണം ചെയ്യാൻ പോവാ. ഞാൻ എന്താ ചെയ്യണത്? ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞി വെള്ളം എടുത്തുട്ടാ. റൈസ് വാട്ടറിനോ അല്ലെങ്കിൽ സ്റ്റാർച്ച് സൊല്യൂഷനോ ഒക്കെ പറയാൻ പറ്റും. കഞ്ഞിവെള്ളം എടുത്തു. കഞ്ഞിവെള്ളത്തിലൂടെ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കിക്കൊണ്ടിട്ടോ. അല്ലെങ്കിൽ പാലെടുത്താലും മതി. കഞ്ഞിവെള്ളം തന്നെ ആവണമെന്നില്ല, പാലെടുത്താലും മതി. പാലിലൂടെ ഞാന് ഇതുപോലെ ലൈറ്റിനെ പാസ് ചെയ്തു. പറയടാ, പാലിലൂടെ ലൈറ്റിനെ പാസ് ചെയ്താലേ അപ്പുറത്തെ ലൈറ്റ് കിട്ടുമല്ലേ?
അപ്പുറത്തെ ലൈറ്റ് കിട്ടുമല്ലേ? പറയൂ. ചെറുതായിട്ട് കിട്ടും. നേരത്തെ ഉള്ള അത്ര കിട്ടുന്നില്ല എങ്കിലും ചെറുതായിട്ട് കിട്ടും. അപ്പോഴും കടന്നു പോകുന്നുണ്ട് എന്ന് പറയാൻ പറ്റൂലേ? ലൈറ്റ് കടന്നു പോകുന്ന കറണ്ട് കേസാണ്. മൂന്നാമത്തെ കേസ് നോക്കിക്കോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഓക്കെ, ഞാൻ എന്ത് ചെയ്തു മക്കളെ? മഡ്ഡി വാട്ടർ ഉണ്ടായിരുന്നു ട്ടാ. മഡ്ഡി വാട്ടർ എന്ന് പറയുമ്പോ ഞാന് ചെളിവെള്ളം എടുത്തു. അതിലൂടെ ലൈറ്റിനെ പാസ് ചെയ്തു. അപ്പൊ അപ്പുറത്ത് ലൈറ്റ് കിട്ടുമല്ലേ? അപ്പുറത്ത് ലൈറ്റ് കിട്ടൂല. ഉറപ്പാ എല്ലാവർക്കും? ഞാൻ അവിടെ ലൈറ്റിനെ പാസ് ചെയ്താലേ, കുറച്ച് ചെളിവെള്ളത്തിലൂടെ ഞാൻ പാസ് ചെയ്യുമ്പോ അപ്പുറത്തെ ലൈറ്റിനെ കിട്ടൂല എന്ന് ഉറപ്പാണോ? അല്ലേ? ആരെങ്കിലും കിട്ടുന്നു പറയുണ്ടോ? ആ പറയൂ. ചെളി വെള്ളത്തില് എന്താണ് അടങ്ങി കിടക്കുമ്പോ താഴെ താഴെ അടിഞ്ഞു കിടക്കണ്ടേ? എടാ താഴല്ലേ അടിഞ്ഞു കിടക്കണുള്ളൂ. അപ്പൊ എന്തായാലും ലൈറ്റ് പാസ്സാവൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളൊരു പാത്രത്തിൽ കുറച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ താഴെ മണ്ണ് ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കും. നിങ്ങൾ ഈ മുകൾ ഭാഗത്തിലൂടെ ലൈറ്റ് കടത്തി വിടുന്നത്. അപ്പുറത്തെ ലൈറ്റ് കിട്ടുമല്ലേ? പറയൂ, ലൈറ്റ് കിട്ടുമല്ലേ? കിട്ടും മക്കളെ, ശരിയല്ലടാ? ലൈറ്റ് കിട്ടും. എന്നാലേ ഒരു കാര്യം പറയൂ. കുറച്ചേരം വെയിറ്റ് ചെയ്താലല്ലേ കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്തോളൂ. എന്നാലും കുഴപ്പമില്ല. കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് ലൈറ്റ് കടത്തി വിട്ടാൽ മതി. അപ്പോൾ ലൈറ്റ് കിട്ടും. കുറച്ചേരം തന്നെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി കേട്ടാ. ഇനി നിങ്ങൾ ഒരു കേസും കൂടെ പഠിക്കണം മക്കളെ. നേരത്തെ നമ്മൾ ട്രൂ സൊല്യൂഷനിൽ പഠിച്ചില്ലേ മക്കളെ? ട്രൂ സൊല്യൂഷൻ നിങ്ങൾ ഫിസിക്സിലെ നിങ്ങള് സ്കാറ്ററിങ് പഠിച്ചിട്ടുണ്ടോ? വിസരണം അല്ലെങ്കിൽ എന്നുള്ള ഒരുപാട് പഠിച്ചിട്ടുണ്ടോ? സ്കാറ്ററിങ് എന്നുള്ളത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? സ്കാറ്ററിങ് ഫിസിക്സിൽ പഠിച്ചോ? സ്കാറ്ററിങ്, ലൈറ്റ് ഒരു സ്ഥലത്ത് തട്ടിത്തെറിക്കേണ്ട പരിപാടി പഠിച്ചിട്ടുണ്ടോ? പഠിച്ചോ? നോക്ക്. എന്തായാലും ട്രൂ സൊല്യൂഷൻ ഉണ്ടല്ലോ. ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സാൾട്ട് പ്ലസ് വാട്ടർ ആണ്. അതായത് ഇത് ഉപ്പ് ലായനിയാണ്. ഇനി നല്ലോണം മനസ്സിലാക്കി കേട്ടോ. ഞാൻ ഇവിടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോ എന്താ സംഭവിക്കുക അറിയോ? അപ്പുറത്ത് ലൈറ്റ് കിട്ടും, പക്ഷെ ഇതിലൂടെ ലൈറ്റ് പോണതായിട്ട് ഫീൽ ചെയ്യൂല. മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ആലോചിക്കണേ. ഞാൻ എന്ത് ചെയ്താലേ, ഒരു കുപ്പിയിൽ നിറയെ വെള്ളം എടുത്തു. ആ കുപ്പിയിൽ ഞാൻ വെള്ളം എങ്ങനെ നിറച്ചുതാ? വെള്ളം എങ്ങനെ പാസ് ചെയ്യണം? അപ്പൊ ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്താലേ ഒറ്റ പോയിന്റ് ആയിട്ടാണോ ലൈറ്റ് പോവാ? നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ ലൈറ്റ് ഇതിലൂടെ പാസ് ചെയ്തു. ലൈറ്റ് ഇതിലൂടെ പാസ് ചെയ്താലേ ഇങ്ങനെ ഒരു ഒറ്റ പോയിന്റ് ആയിട്ടാണോ ലൈറ്റ് പോവാ? പറയൂ. ഒറ്റ പോയിന്റ് ആയിട്ട് അല്ലല്ലോ. ലൈറ്റ് ഇങ്ങനെ പല കോലത്തിൽ പോവൂലേ? ശരിയല്ലേ? പല ഭാഗത്തായിട്ട് പോവൂലേ? ശരിയാണോ? ശരിയല്ല മക്കളെ? പല ഭാഗത്തായിട്ട് പോകും. അപ്പൊ എന്റെ ചോദ്യം നോക്കിട്ടോ, നിങ്ങൾ ട്രൂ സൊല്യൂഷനിലെ യഥാർത്ഥ ലായനിയിലെ ലൈറ്റ് ഇങ്ങനെ കടന്നു പോണതായിട്ട് കാണാൻ പറ്റുമോ? ലൈറ്റിന്റെ കറക്റ്റ് പാത്ത്, ലൈറ്റിന്റെ വഴി കാണാൻ പറ്റുമോ? അപ്പുറത്ത് കുറെ ലൈറ്റ് ഇങ്ങനെ കാണുന്നുണ്ടാവും. എന്റെ ചോദ്യം, ലൈറ്റ് ഇങ്ങനെ കറക്റ്റ് പോണതായിട്ട് കാണാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് പറയും. ഇല്ല മക്കളെ പറ്റൂല. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അവിടെ നോക്കിക്കോളി. നോക്കിട്ടോ. ഒരു മിനിറ്റ്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതാ അവിടെ നോക്കിക്കോളൂട്ടാ. ഞാനിതാ ഒരു മിനിറ്റ്. ഇതാ നോക്കിക്കോളി മക്കളെ. ഇതല്ലേ ഈ ഫസ്റ്റ് കാണിച്ച സംഗതി ഉണ്ടല്ലോ, ഒന്നാമത്തെ സംഗതി ഉണ്ടല്ലോ, ഇതാണ് മക്കളെ. നോക്കി, ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞ സംഗതിയാണുള്ളത്. ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞ സംഗതി ഇത് അവിടെ നോക്കിക്കോളി. ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞ സംഗതിയുടെ ട്രൂ സൊല്യൂഷനിലൂടെ ഞാൻ ലൈറ്റ് പാസ് ചെയ്യാണ്. അപ്പൊ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എല്ലാവരും ഇതാ ഈ ഫിഗറിലേക്ക് എല്ലാവരും നോക്കൂട്ടോ. എല്ലാവരും ഈ ഫിഗറിലേക്ക് നോക്കൂ. ഞാൻ ഇവിടെ വരക്കുണ്ട്. എല്ലാരും ഇവിടെ നോക്കിക്കോളൂ. ഒരു മിനിറ്റ്. യെസ് മക്കളെ നോക്കിക്കോളി. എല്ലാരും ഈ ഫിഗറിലേക്ക് നോക്കിക്കോളൂ. കാണുന്നുണ്ടോ? ഫിഗർ കാണുന്നുണ്ടോ? യെസ്. അപ്പൊ നോക്കി, ഇതാ ലൈറ്റ് പാസ് ചെയ്യാട്ടതാ. ഇവിടെ ഞാൻ അയ്യോ പോയല്ലോ.
യെസ്, ഇവിടെ ഉണ്ട്. എല്ലാവരും നോക്കിക്കോളൂ. എല്ലാവരും ഇവിടേക്ക് നോക്കിക്കോളൂ. ലൈറ്റ് ഞാൻ ഇങ്ങനെ പാസ് ചെയ്യാണ്. അപ്പൊ ചോദ്യം, ഇത് സൊല്യൂഷൻ അല്ലേ? ഇതാണ് ട്രൂ സൊല്യൂഷൻ, യഥാർത്ഥ ലായനി. മക്കളെ നോക്കിയിട്ട് പറയും, ഇവിടെ ഇങ്ങനെ ലൈറ്റ് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ലൈറ്റ് കാണുന്നുണ്ടോ? ഇല്ല. അതാട്ടോ, ലൈറ്റ് അപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. ഈ ലൈറ്റ് ഇവിടെ എടുക്കുമ്പോൾ ലൈറ്റ് അപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഈ സൊല്യൂഷനിലൂടെ ലൈറ്റ് ഇങ്ങനെ പോണതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഫീൽ ചെയ്യൂല. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം. യഥാർത്ഥ ലായനിയിലൂടെ, ട്രൂ സൊല്യൂഷനിലൂടെ ലൈറ്റ് പാസ് ചെയ്താല് ലൈറ്റിന്റെ പാത്ത്, ഇംഗ്ലീഷിൽ അങ്ങനെ പറയട്ടോ, ലൈറ്റിന്റെ പാത്ത് ഒരു കാരണവശാലും നമുക്ക് കാണാൻ കഴിയൂല. ലൈറ്റിന്റെ പാത്ത് കാണാൻ കഴിയൂല. അഥവാ പ്രകാശത്തിന്റെ പാത കാണാൻ പറ്റൂല. മനസ്സിലാക്കി വെച്ചോ. ഇനി എല്ലാരും കൊളോയിഡിലേക്ക് നോക്കൂ. നോക്കൂ, പറയൂ, അവിടെ കാണുന്നുണ്ടോ? ഇല്ല മക്കളെ, നോക്കിയതാ, ഇവിടെ എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ. അവിടെ ലൈറ്റിന്റെ പാത്ത് കാണുന്നുണ്ട്. ലൈറ്റിന്റെ പാത്ത് പഠിച്ചു വെച്ചോ. വെരി ഇമ്പോർട്ടന്റ്. മക്കളെ, കൊളോയിഡിലാണെങ്കിൽ ലൈറ്റിന്റെ പാത കാണാൻ പറ്റും. എന്നാ പറയൂ, സസ്പെൻഷനിലോ കാണാൻ പറ്റുണ്ടോ? സസ്പെൻഷനിൽ കാണാൻ പറ്റും. നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ചോദ്യം കേട്ടോ, ഞാൻ അതൊക്കെ മായ്ക്കാണേ. നിങ്ങൾ പറഞ്ഞു തന്നെ, ഏറ്റവും കൂടുതൽ നല്ലോണം നിങ്ങൾ കാണുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ നല്ലോണം ലൈറ്റിനെ കാണുന്നത്, ലൈറ്റിന്റെ പാത കാണുന്നത് സൊല്യൂഷനിലാണോ, കൊളോയിഡിലാണോ, സസ്പെൻഷനിലാണോ? എവിടെ ഇരിക്കും? കൊളോയിഡ് അല്ല, കൊളോയിഡിനെക്കാട്ടി നല്ലത് സസ്പെൻഷനിലാട്ടോ. സ്ക്രീന് പ്രസന്റ് ചെയ്ത ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് കാണാൻ സസ്പെൻഷനിലാണ് കേട്ടോ. മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇതും കൂടെ പഠിച്ചോ. ലൈറ്റ് കടത്തി വിട്ടാൽ ഒരു കാരണവശാലും ട്രൂ സൊല്യൂഷൻ അല്ലെങ്കിൽ യഥാർത്ഥ ലായനിയുടെ ലൈറ്റിന്റെ പാത്ത്, പ്രകാശത്തിന്റെ പാത കാണാൻ കഴിയില്ല. എന്നാൽ കൊളോയിഡിലൂടെ കാണാൻ കഴിയും. സസ്പെൻഷനിലൂടെയും കാണാൻ കഴിയും. പഠിച്ചു വെക്കണം കേട്ടാ. ഇങ്ങനെ ലൈറ്റ് കാണുന്ന ഈ പ്രതിഭാസം ഉണ്ടല്ലോ, ഈ പ്രതിഭാസത്തെ ഇംഗ്ലീഷിലും മലയാളത്തിലും വിളിക്കുന്ന പേരാണ് ടിൻഡാൽ ഇഫക്റ്റ് എന്ന് പറയൂട്ടോ. പഠിച്ചു വെക്കണം. അപ്പോ ലൈറ്റ് കടത്തി വിടുമ്പോൾ ആ പ്രകാശത്തിന്റെ പാത കാണും, ആ ലൈറ്റിന്റെ പാത്ത് കാണും. ആ പരിപാടിയെ വിളിക്കുന്ന പേരാണ് ടിൻഡാൽ ഇഫക്റ്റ് എന്ന് പറയൂട്ടോ. ടിൻഡാൽ ഇഫക്റ്റ് എന്ന് പറയും. ഇതിന്റെ റീസൺ പറയാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ സൊല്യൂഷനിലെ യഥാർത്ഥ ലായനിയിലെ എല്ലാരും പറഞ്ഞേ, ലീനത്തിന്റെ വലുപ്പം അഥവാ സൊല്യൂട്ടിന്റെ വലുപ്പം വളരെ ചെറുതാണോ വളരെ വലുതാണോ? വളരെ ചെറുതായതുകൊണ്ടാണ് എന്ത് കാണാത്തത്? ലൈറ്റിന്റെ ഈ പാത്ത് കാണാത്തത് കേട്ടോ. ലൈറ്റിന്റെ പാത്ത് കാണാത്തത്. എന്ന് ആലോചിച്ച് നോക്കി. സസ്പെൻഷനിൽ ലീനത്തിന്റെ സൊല്യൂട്ടിന്റെ വലുപ്പം വളരെ വലുതല്ലേ? വളരെ വലുതായതുകൊണ്ടാണ് ലൈറ്റിന്റെ പാത്ത് അല്ലെങ്കിൽ ലൈറ്റിന്റെ പാത, പ്രകാശത്തിന്റെ പാത നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടാ. ഈ കാര്യങ്ങൾ നല്ലോണം പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കണതാണ് കേട്ടാ. പരീക്ഷയ്ക്ക് ചോദിക്കണം. ഇനി എന്റെ ചോദ്യം വേറെ ചോദിക്കണം. അപ്പൊ സ്കൂളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രകാശം നന്നായി കാണുന്ന കൊളോയിഡിലാണെന്നല്ലോ പറഞ്ഞത്. കൊളോയിഡിനേക്കാൾ നന്നായി കാണാൻ സസ്പെൻഷനിലാണ് കേട്ടോ. തെറ്റാണ്. സസ്പെൻഷനിലാണ് നല്ലോണം കാണാൻ കഴിയട്ടാ. സസ്പെൻഷനിലാണ് നല്ലോണം കാണാൻ കഴിയട്ടാ. കേൾക്കുന്നില്ല. സസ്പെൻഷനിലെ പാർട്ടിക്കിൾസ് ഒരുപാട് വലുതായ കാരണം പ്രകാശം അപ്പുറത്തേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു ടീച്ചർ. ഇല്ല, അത് നോക്കുക. നിങ്ങൾ ഭയങ്കര കട്ടിയായിട്ടുള്ള സാധനം എടുത്താലാണ്. നോർമലി ഉള്ള സാധനം എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകും കേട്ടോ. അപ്പുറത്തേക്ക് പോകും. നീ നോക്ക്, നീ ഇങ്ങനെ എടുത്തു. നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാണ്, നല്ലോണം കട്ടിയുള്ള പദാർത്ഥം എടുത്തു, പിന്നെ നിങ്ങളൊരു കൊളോയിഡ് എടുത്തു. അപ്പൊ എവിടെ നല്ലോണം കാണാൻ കഴിയാ? അപ്പൊ കൊളോയിഡിലായിരിക്കും കേട്ടാ. മനസ്സിലാക്കി വെക്കണം. അപ്പൊ കൊളോയിഡിലായിരിക്കും. മനസ്സിലാക്കി വെക്കണം. നോർമൽ കേസിൽ കൊളോയിഡും സസ്പെൻഷനും നമുക്ക് ഒരേപോലെ പറയാൻ പറ്റും. എങ്കിലും കുറച്ചും കൂടെ നല്ലത് സസ്പെൻഷനിലായിരിക്കും. നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി നോക്ക്, ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഞാനൊരു അരിപ്പ വെച്ചുകാണ്ട്, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. ഞാനൊരു അരിപ്പ വെച്ചിട്ട് ഈ പറഞ്ഞ സാധനത്തെ എല്ലാത്തിനെയും ഞാൻ ഫിൽട്ടർ ചെയ്യാൻ പോവാണ്. മക്കളെ, എല്ലാ സാധനത്തെയും ഞാൻ ഫിൽട്ടർ ചെയ്യാൻ പോവാണ്. നോക്കേ, ഞാനൊരു ഫിൽട്ടർ പേപ്പർ എടുത്തു. എന്താ ഫിൽട്ടർ പേപ്പർ എന്ന് അറിയോ? അതായത് നിങ്ങളെ വീട്ടില് ചായ അരിക്കാൻ എന്താ ഉപയോഗിക്കുക? ചായ അരിക്കാന്, ചായപ്പൊടിന്ന് ഒഴിവാക്കാന് അരിപ്പ ഉപയോഗിക്കൂലേ? അതേപോലെ ഞാൻ എന്താ ചെയ്യണ അറിയോ? ആ അരിപ്പത്തെ നെറ്റ് ഇല്ല മക്കളെ, അരിപ്പയിലെ നെറ്റ് ഉണ്ടല്ലോ, ആ നെറ്റ് ഒഴിവാക്കിയാണ്ട് അവിടെ ടിഷ്യൂ പേപ്പർ വെക്കും. ടിഷ്യൂ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്?
ഫിൽറ്റർ പേപ്പർ എന്ന് വിളിക്കും കേട്ടോ. ഫിൽറ്റർ പേപ്പർ എന്ന് വിളിക്കും. ആ ഫിൽറ്റർ പേപ്പറിലൂടെ ഞാൻ ഈ ട്രൂ സൊല്യൂഷൻ ഒഴിക്കാൻ പോവാ, യഥാർത്ഥ ലൈൻ ഒഴിക്കാൻ പോവാ. ഇതിന്റെ ചോദ്യം, ഫിൽറ്റർ പേപ്പറിൽ എന്തെങ്കിലും ഉണ്ടാവോ? നിങ്ങൾ എന്താ ചെയ്യേണ്ടി അറിയോ? ഉപ്പ് ലായനി നല്ലോണം ഉണ്ടാക്കുക. ഉപ്പിനെ വെള്ളത്തിൽ ലയിപ്പിച്ച് ഉപ്പ് ലായനി ഉണ്ടാക്കുക. ആ ഉപ്പ് ലായനിയെ നിങ്ങൾ അരിച്ചാ എന്തെങ്കിലും കിട്ടുമോ മക്കളെ? എന്തെങ്കിലും കിട്ടുമോ? ഇല്ല, കിട്ടൂല. കൊളോയിഡിന് ഞാൻ അരിച്ചു. കൊളോയിഡിന് അരിച്ചത് പാല് ഞാൻ ഫിൽറ്റർ പേപ്പറിലൂടെ കടത്തി വിട്ടു. എന്തെങ്കിലും കാണാൻ കഴിയോ? ഇല്ല. എന്നാൽ സസ്പെൻഷൻ ഉണ്ടായിരുന്നു. അതിനെ ഞാൻ കടത്തി വിട്ടാൽ കാണാൻ പറ്റുമോ? പറയൂ. ഫിൽറ്റർ പേപ്പറിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, അരിക്കേണ്ട സമയത്ത് സൊല്യൂഷനിലും കൊളോയിഡിലും ഒന്നും കിട്ടൂല, എന്നാൽ സസ്പെൻഷനിൽ കിട്ടൂട്ടാ. മനസ്സിലാക്കി വെക്കണം. ഇനി ഇയാൾ അനക്കാതെ വെക്കാണ്. ഇയാൾ അനക്കാതെ വെച്ച് കഴിഞ്ഞാല് താഴെ ഇവിടെ എന്തെങ്കിലും അടിഞ്ഞുകൂടോ? ട്രൂ സൊല്യൂഷനിൽ എന്തെങ്കിലും അടിഞ്ഞുകൂടോ മക്കളെ? ഇല്ല. കൊളോയിഡിൽ എന്തെങ്കിലും അടിഞ്ഞുകൂടോ മക്കളെ? ഇല്ല. എവിടെ അടിഞ്ഞുകൂടും? സസ്പെൻഷനിൽ അടിഞ്ഞുകൂടും ട്ടാ. സോ ഞാൻ ചുരുക്കി എഴുതുമ്പോ, ലാസ്റ്റ് എഴുതുമ്പോ നമുക്ക് ഇവിടെ 3 ആൾക്കാരുണ്ട്. ലായനി അല്ലെങ്കിൽ ട്രൂ സൊല്യൂഷൻ ഉണ്ട്. രണ്ടാമത്തത് ഇവിടെ കൊളോയിഡ് ഉണ്ട്. മൂന്നാമത്തത് ഇവിടെ സസ്പെൻഷൻ ഉണ്ട്. സോ പഠിച്ചു വെക്കണം. പ്രകാശം, ലൈറ്റ് കടത്തി വിട്ടാൽ ഇവിടെ കാണാൻ കഴിയോ? ഇല്ല. ലൈറ്റിന്റെ പാത്ത് കാണാൻ കഴിയൂല. കൊളോയിഡിലും സസ്പെൻഷനിലും കാണാൻ കഴിയും. പിന്നെ നോക്കിട്ടോ, ഞാൻ ഫിൽറ്റർ പേപ്പർ വെച്ചു. ഫിൽറ്റർ പേപ്പർ വെച്ചാൽ പറയൂ, ലായനിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കൊളോയിഡിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എവിടെ ഉണ്ട്? സസ്പെൻഷനിലുണ്ട്. നെക്സ്റ്റ് ഞാൻ അനക്കാതെ വെച്ചു, സ്റ്റില്ലായിട്ട് വെച്ചു. അനക്കാതെ വെച്ചാൽ ഇവിടെ എന്തെങ്കിലും കാണാൻ കഴിയോ? ഇല്ല. ഇവിടെയും ഇല്ല. എവിടെ കാണാൻ കഴിയും? സസ്പെൻഷനിൽ കാണാൻ കഴിയൂ ട്ടോ. പഠിച്ചു വെക്കണം. സസ്പെൻഷനിൽ കാണാൻ കഴിയൂ ട്ടോ. പഠിച്ചു വെക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ട്ടോ. സോ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം ട്ടോ. ഓക്കെ, അപ്പൊ ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കണം. നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുമ്പോഴും ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ സ്റ്റില്ലായിട്ട് അനക്കാതെ വെക്കുമ്പോഴും എന്ത് സംഭവിക്കും എന്ന് പഠിച്ചു വെക്കണം ട്ടാ. സംഭവിക്കും എന്ന് പഠിച്ചു വെക്കണം. പിന്നെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത് കേട്ടാ. യെസ്, നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കണേ. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി പറയാൻ പോകേണ്ട കാര്യം എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം കേട്ടാ. നോക്കേ. പിന്നെ പറയൂ. ഓക്കെ, എല്ലാവരും ഇല്ല അല്ലെ? നോക്കട്ടാ. നെക്സ്റ്റ് പഠിക്കണത് കൃത്രിമ പാനീയങ്ങളെ പറ്റിയിട്ടാണ്. ആർട്ടിഫിഷ്യൽ ജ്യൂസസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടാ. കൃത്രിമ പാനീയങ്ങളാണ്. അവിടെ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യം വെരി ഇമ്പോർട്ടന്റ്. നോക്കേ, നമ്മളെ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിന് കളർ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ കോഴി പൊരിക്കേണ്ട സമയത്ത് നമ്മളെ വീട്ടിൽ കോഴി പൊരിക്കുമ്പോൾ കോഴിക്ക് വലിയ കളർ ഉണ്ടാവില്ല. ഹോട്ടലിൽ പോയിട്ട് കോഴി പൊരിച്ചത് കഴിക്കുമ്പോഴോ കോഴിക്ക് നല്ലോണം കളർ ഉണ്ടാവും. എന്താ കാരണം എന്ന് പറയാൻ പറ്റുമോ? ആ കോഴിയിൽ ഫുഡ് കളർ ചേർക്കും. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണേ. നമ്മൾ പ്രിസർവേറ്റീവ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണത്. കൃത്രിമ പാനീയങ്ങളെ പറ്റിയിട്ടാണ്. സോ നിങ്ങൾ പഠിച്ചു വെക്കണം. നമ്മളെ ഫുഡിന്, നമ്മളെ ഭക്ഷണത്തിന് മഞ്ഞ നിറം നൽകുന്നതിന് വേണ്ടിയിട്ട്, യെല്ലോ കളർ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന കെമിക്കലിന്റെ പേരാണ് ടാർട്രസിൻ എന്ന് വിളിക്കൂട്ടാ. ടാർട്രസിൻ എന്ന് വിളിക്കൂട്ടാ. പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ റെഡ് കളർ തരണം എന്ന് വിചാരിച്ചോ. റെഡ് കളർ തരണം, ചുവപ്പ് കളർ തരണം. നമ്മളെ ഫുഡിന് ചുവപ്പ് കളർ തരണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സാധനത്തിന്റെ പേരാണ് എരിത്രോസിൻ എന്ന് പറയൂട്ടോ. എരിത്രോസിൻ എന്ന് പറയും. പഠിച്ചു വെക്കണം. ഇനി നോക്കേ, നമ്മളെ ഫുഡിന്റെ ടേസ്റ്റ് കൂട്ടണം. ഫുഡിന്റെ രുചി കൂട്ടാൻ വേണ്ടി ഭക്ഷണത്തിലേക്ക് ചേർക്കുന്ന സാധനത്തിന്റെ പേരാണ് വാനിലിൻ എന്ന് പറയൂട്ടോ. വാനിലിൻ എന്ന് പറയും. ഇത് കാണാതെ പഠിക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ. ഇനി നോക്കേ, പുളിരുചി കൂട്ടണം വിചാരിച്ചോ. നല്ല പുളി വേണം. ഓക്കെ, യെസ്. നമ്മളെ ഫുഡില് ചേർക്കുന്ന കളറിനെ പറ്റിയിട്ട് ആദ്യം പറഞ്ഞത്. നമ്മളെ ഭക്ഷണത്തിന് മഞ്ഞ നിറം കൊടുക്കണമെങ്കിൽ എഴുതാട്ടോ. നമ്മളെ ഫുഡിന് മഞ്ഞ നിറം കൊടുക്കണമെങ്കിൽ നമ്മൾ ചേർക്കുന്ന സാധനത്തിന്റെ പേരാണ് കെമിക്കൽ. നമ്മൾ ചേർക്കുന്ന സാധനത്തിന്റെ പേരാണ് ടാർട്രസിൻ എന്ന് വിളിക്കൂട്ടോ. ടാർട്രസിൻ എന്ന് വിളിക്കും. മനസ്സിലാക്കി വെക്കണം. സോ നിങ്ങളെ ഫുഡിനെ നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളെ ഫുഡിനെ
എന്താണ് മഞ്ഞ നിറയുണ്ട്, ടാർട്രസിൻ എന്ന് പറയും കേട്ടോ. ടാർട്രസിൻ. നിങ്ങളെ ഫുഡിൽ മക്കളെ എന്താ അവസ്ഥ? മഞ്ഞ കളർ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളി. മന്തിയും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഓവർ മഞ്ഞ നിറം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളി, അതിൽ ടാർട്രസിൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളെ ഫുഡിൽ ചുവന്ന കളർ കിട്ടണമെങ്കിൽ, ചുവപ്പ് കളറ്, റെഡ് കളർ കിട്ടണമെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട സാധനമാണ് എരിത്രോസിൻ എന്ന് പറയും കേട്ടോ. എരിത്രോസിൻ എന്ന് പറയും. ഇനി നോക്കി, നിങ്ങളെ ഫുഡിന്റെ ടേസ്റ്റ് കൂടണം, രുചി കൂടണമെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട സാധനമാണ് വാനിലിൻ എന്ന് പറയും കേട്ടോ. വാനിലിൻ എന്ന് പറയും കേട്ടോ. യെസ്, നോക്ക്, നിങ്ങളെ ഫുഡിലെ പുളിരുചി കൂട്ടണം. നിങ്ങളെ ഫുഡിൽ നല്ലോണം പുളിന്റെ ടേസ്റ്റ് വേണം, സോർ ടേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട സാധനത്തിന്റെ പേരാണ് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയൂ കേട്ടോ. ഫോസ്ഫോറിക് ആസിഡ്. സോ നിങ്ങൾ ഫുഡിലേക്ക് ഫോസ്ഫോറിക് ആസിഡ് ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാല്, ഫോസ്ഫോറിക് ആസിഡ് ചേർത്താൽ നല്ല പുളിരുചി കിട്ടും. അതൊരു ആർട്ടിഫിഷ്യൽ ഏജന്റ് ആണ് കേട്ടോ. ഈ ഇതൊക്കെ നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാ കേട്ടോ. ഇതൊക്കെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഫുഡിന് ടേസ്റ്റ് കൂട്ടുന്ന പറഞ്ഞു. ഇപ്പൊ നമുക്ക് അജിനാമോട്ടോ എന്താ ടേസ്റ്റ് ഉണ്ടാവുക? അജിനാമോട്ടോക്ക് ഇന്ന പ്രത്യേക ടേസ്റ്റ് ഇല്ലല്ലോ. എന്ത് ഫുഡിന്റെ കൂടെ ചേർത്താലും അതിന്റെ ടേസ്റ്റ് കൂടല്ലേ ചെയ്യണത്. അതേപോലെ തന്നെ വാനില ചേർക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് കൂടും, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ആ, ഗ്രൂപ്പിൽ ഇടാൻ പറയാം. മനസ്സിലായോ? അപ്പൊ അജിനാമോട്ടോക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ? ഇല്ല. ഓരോ ഫുഡിലും അജിനാമോട്ടോ ചേർക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് കൂടൂലേ? അതേപോലെ തന്നെ വാനിലയും ചേർക്കുമ്പോൾ ഓരോ ടേസ്റ്റ് കൂടും കേട്ടോ. മനസ്സിലാക്കി വെക്കണം. യെസ്, നോക്കേ, അതിൽ ഇതൊന്ന് പഠിച്ചു വെക്കണേ. ഈ ഫോസ്ഫോറിക് ആസിഡ് കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്, അഥവാ ആർട്ടിഫിഷ്യലി മെയ്ഡ് ചെയ്യുന്നതാണ്. പഠിച്ചു വെക്കണം. ബാക്കിയെല്ലാം ഭൂമിയിൽ നിന്ന് കിട്ടും. ഈ ഫോസ്ഫോറിക് ആസിഡ് കൃത്രിമ പാനീയമായിട്ട്, ആർട്ടിഫിഷ്യൽ ജ്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മക്കളെ, മറ്റൊന്ന് പഠിച്ചു വെക്കണേ. നമുക്ക് നോക്കിട്ടാ, മറ്റൊന്ന് പഠിച്ചു വെക്കണേ. നമ്മളെ കയ്യില് സുഗന്ധത്തിന് നോക്ക്, പൈനാപ്പിളിന്റെ സ്മെല്ല് വേണമെന്ന് വിചാരിച്ചോ. ഒരു മിനിറ്റ്. അലൈൻ ഹെക്സോസൈനേറ്റ്. നോക്കൂ മക്കളെ, ഇനി നോക്ക്, അങ്ങനെയാണെങ്കിൽ ഇന്റെ ഫുഡിൽ എന്ത് വേണം? പൈനാപ്പിളിന്റെ സ്മെല്ല് വേണമെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ നോക്ക്, നിങ്ങൾക്ക് എന്തുണ്ടാവണം മക്കളെ? നിങ്ങൾക്ക് എന്തുണ്ടാക്കണം? ഒരു ജ്യൂസ് ഉണ്ടാക്കണം, പൈനാപ്പിളിന്റെ ജ്യൂസ് ഉണ്ടാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ പൈനാപ്പിളിന്റെ ജ്യൂസ്, പൈനാപ്പിളിന്റെ കാലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിട്ടോ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കടയിൽ പോയിട്ട് നിങ്ങൾ സ്ട്രോബെറിന്റെ ജ്യൂസ് പറഞ്ഞു. അപ്പൊ സ്ട്രോബെറി ഇല്ലാന്നുണ്ടെങ്കിലും സ്ട്രോബെറിന്റെ ജ്യൂസ് കിട്ടും. എങ്ങനെ കിട്ടുക? പറഞ്ഞോളി, എങ്ങനെ കിട്ടുക? എന്ത് ചേർക്കും? എസെൻസ് ചേർക്കാന്ന് പറയും. അതേപോലെ നിങ്ങൾക്ക് എന്താ അറിയോ, നമ്മളെ ഫുഡിൽ എന്ത് ചെയ്യണം? പൈനാപ്പിളിന്റെ സ്മെല്ല് വേണം. പൈനാപ്പിളിന്റെ സ്മെല്ല് വേണമെങ്കിൽ നമ്മള് പറയൂ പൈനാപ്പിളിന്റെ സ്മെല്ല് വേണമെങ്കിൽ ചേർക്കുന്ന സാധനത്തിന്റെ പേരാണ് അലൈൽ ഹെക്സോസയനേറ്റ് എന്ന് പറയൂട്ടോ. പൈനാപ്പിളിന്റെ സ്മെല്ല് വേണമെങ്കിൽ, ഫുഡിൽ പൈനാപ്പിളിന്റെ സ്മെല്ല് വേണം. ചില സ്ഥലത്തൊക്കെ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാലേ പൈനാപ്പിളിന്റെ സ്മെല്ല് കിട്ടാൻ വേണ്ടി അതിൽ എസൻസ് ഒഴിക്കും. ആ ഒഴിക്കുന്ന സാധനത്തിന്റെ പേരാണ് അലൈൽ ഹെക്സോസയനേറ്റ് എന്ന് വിളിക്കൂട്ടാ. പഠിച്ചു വെക്കണം. അലൈൽ ഹെക്സോസയനേറ്റ് എന്ന് വിളിക്കൂട്ടാ. പഠിച്ചു വെക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. ഈ കേസ് ഒന്ന് അറിഞ്ഞിരുന്നോണ്ടി. സോ ഇതൊന്ന് പഠിച്ചു വെക്കണേ. മഞ്ഞ നിറം നൽകണമെങ്കിൽ നമ്മൾ ടാർട്രസിൻ ചേർക്കും. റെഡ് കളർ കിട്ടണമെങ്കിൽ എരിത്രോസിൻ ചേർക്കും. ടേസ്റ്റ് കൂടണമെങ്കിൽ വാനിലിൻ ചേർക്കും. പുളിരുചി വേണമെങ്കിൽ നമ്മൾ ഫോസ്ഫോറിക് ആസിഡ് ചേർക്കും. പൈനാപ്പിളിന്റെ സ്മെല്ല് വേണമെങ്കിൽ നമ്മൾ അലൈൽ ഹെക്സോസയനേറ്റ് ചേർക്കും. പറയൂ. ഓക്കെ, അലൈൽ ഹെക്സോസയനേറ്റ് ചേർക്കട്ടെ. ഇനി എല്ലാവരും പറഞ്ഞോളി, ഇതിൽ ഒരേ ഒരു കൃത്രിമമായിട്ടുള്ള സാധനം ഏതാ? ആർട്ടിഫിഷ്യലി മെയ്ഡ് ചെയ്ത സാധനം ഏതാ മക്കളെ? പറഞ്ഞോളി, ഏതായിരിക്കും? ഫോസ്ഫോറിക് ആസിഡ് ആയിരിക്കും. അതും തന്നെ NMMS ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മറക്കരുത്. പഠിച്ചു വെക്കണം കേട്ടാ. ഇത് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങള്, ഒന്ന് നമ്മള് ട്രൂ സൊല്യൂഷനും കൊളോയിഡും സസ്പെൻഷനും പറഞ്ഞു. നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, ഞാൻ അത് കാണിക്കണില്ല, നിങ്ങൾ ഓർമ്മയിൽ എടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. ആലോചിച്ച്, ഞാനൊരു ലായനി എടുത്തു. ആ ലായനിയിൽ ലീനത്തിനെയും ലായകത്തിനെയും കാണാനില്ല. സൊല്യൂട്ടിനും സോൾവെന്റിനെയും കാണൂല എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും?
ട്രൂ സൊല്യൂഷൻ ആണോ, കൊളോയിഡ് ആണോ, സസ്പെൻഷൻ ആണോ, യഥാർത്ഥ ലായനിയാണോ, കൊളോയിഡ് ആണോ, സസ്പെൻഷൻ ആണോ? പറഞ്ഞോളി. കൊളോയിഡ് ആണോ? നോക്കി, ഞാൻ എന്ത് ചെയ്തു, ഒരു ലായനി എടുത്തു, അവിടെ ഒന്നും കാണാനില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഷുഗർ സൊല്യൂഷൻ എടുത്തു. ഷുഗർ സൊല്യൂഷൻ ഞാൻ ഗ്ലാസ്സിലെ പഞ്ചസാരയും വെള്ളയും ചെയ്തു. പറഞ്ഞോളി. ട്രൂ സൊല്യൂഷൻ ആയിരിക്കും. നെക്സ്റ്റ് ഇട്ടോ, ഞാൻ എടുത്തു ഒരു കഞ്ഞിവെള്ളം നിറയെ എടുത്തു. താഴത്തെങ്കിലും അടിഞ്ഞു കിടക്കുന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? കൊളോയിഡ് ആണോ? കൊളോയിഡ് ആയിരിക്കും. നെക്സ്റ്റ് ഒരു പാത്രത്തിൽ ഞാന് കുറച്ച് ചളിവെള്ളം എടുത്തു. ചളിവെള്ളം കുറച്ചു നേരം വെക്കുമ്പോ താഴെ ഇങ്ങനെ അടിഞ്ഞു കൂടും. ഇത് ട്രൂ സൊല്യൂഷൻ ആണോ, സസ്പെൻഷൻ ആണോ, കൊളോയിഡ് ആണോ? സസ്പെൻഷൻ ആയിരിക്കും. പഠിച്ചു. നീ ചോദിക്കട്ടെ, ഞാൻ ഒരു എല്ലാരും പറഞ്ഞേ, ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് അരിക്കേണ്ട സമയത്ത് ട്രൂ സൊല്യൂഷനിൽ കിട്ടുമോ? യഥാർത്ഥ ലായനി അരിക്കാൻ പറ്റുമോ? കൊളോയിഡ് അരിക്കാൻ പറ്റുമോ? കൊളോയിഡ് അരിക്കാൻ പറ്റുമോ? ഇല്ല. അരിക്കാൻ പറ്റുമോ? സസ്പെൻഷൻ അരിക്കാൻ പറ്റുമോ? പഠിച്ചു കേട്ടോ. ഇനി ലൈറ്റ് കടത്തി വിടുമ്പോ, പ്രകാശം കടത്തി വിടുമ്പോ പ്രകാശപാത ട്രൂ സൊല്യൂഷനിൽ അല്ലെങ്കിൽ നമ്മളെ യഥാർത്ഥ ലായനിയിൽ കാണാൻ പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾ പറഞ്ഞു കൊളോയിഡിലും സസ്പെൻഷനിലും കാണാൻ പറ്റും. ഇങ്ങനെ ലൈറ്റ് കാണുന്ന പരിപാടിയെ വിളിക്കുന്ന പേരെന്താ? ടിൻഡാൽ ഇഫക്റ്റ് എന്ന് പറയും കേട്ടോ. ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്ന ടിൻഡാൽ ഇഫക്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ ലീവ് ചെയ്തോളൂ കേട്ടോ. എന്താണ്? റെഡ് കളറിന് യൂസ് ചെയ്യേണ്ട സാധനത്തിന്റെ പേരാണ് എരിത്രോസിൻ കേട്ടോ. എരിത്രോസിൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറയണേ, പണ്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ഒന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് ഓർമ്മാക്കിയാൽ മതി. അതിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആണ് കേട്ടോ. റെക്കോർഡിംഗ് കണ്ടാൽ മതി. നമ്മളെ ആപ്പിൽ റെക്കോർഡിംഗ് അവൈലബിൾ ആട്ടോ. ഹലോ, ഓക്കെ. അപ്പൊ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. നിർത്തിക്കണേ. കഴിഞ്ഞു.